നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തിന്നാലും തിന്നാലും മതിവരകില്ല, തിന്നാതിരുന്നാലോ കൊതിയടങ്ങില്ല. ആണുങ്ങൾക്കും തിന്നാം ഏത് പെണ്ണുങ്ങൾക്കും തിന്നാം, ആണുങ്ങൾക്കും തിന്നാം ഏത് പെണ്ണുങ്ങൾക്കും തിന്നാം. വിറ്റാമിൻ ഡി ഉണ്ട്, ഓയുണ്ട്, ജി ഉണ്ട്. വിറ്റാമിൻ ഡി ഉണ്ട്, ഓയുണ്ട്, ജി ഉണ്ട്. നമ്മുടെ വായിലും ചടപടപട, നമ്മുടെ വായിലും ചടപട. പുഷ്പൻ ചേട്ടൻ നല്ല സന്തോഷത്തിലാണല്ലോ, എന്തു പറ്റി? ആ സന്തോഷമുണ്ട്. എന്നും ഞാനാണ് ഇവിടെ പെരുമാറിക്കൊണ്ടിരുന്നത്. ഒരു കണക്കിന് എന്റെ മാത്രം രാജ്യമായിരുന്നു ഈ അടുക്കള. മനസ്സിലായി. എന്നാലേ ഈ രാജ്യത്ത് ഇന്നത്തേക്ക് ഞാനാണ് രാജാവും രാജ്ഞിയും മന്ത്രിയും സൈന്യാധിപനും എല്ലാം. പുഷ്പൻ ചേട്ടൻ വേണമെങ്കിൽ ഒരു പ്രജയായിട്ട് ഇന്നത്തേക്ക് എനിക്കൊപ്പം കൂടിക്കും. എന്തു പറയുന്നു? സന്തോഷം. ഈ അടുക്കളയില് രാജാവായോ രാജ്ഞിയായോ മന്ത്രിയായോ എന്തായിട്ടായാലും അഞ്ജലി ഉണ്ടായാൽ എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും സന്തോഷമായിരിക്കും. പക്ഷേ എന്ന് ഉണ്ടാവണമെന്ന് മാത്രം. അയ്യോ, അപ്പൊ അവിടെ എന്റെ അടുക്കളയിലോ? അവിടെ പറക്കമുറ്റാത്ത 2-3 മനുഷ്യജീവികളുണ്ട് പുഷ്പൻ ചേട്ടാ. അവരെ ഞാൻ എന്ത് ചെയ്യും? ആ മനുഷ്യജീവികൾ കൂടെ ഇവിടെ ഇവിടെ ഉണ്ടാക്കാം. എന്താ അതുപോലെ? കൊള്ളാം, നന്നായി. ഇപ്പൊ തന്നെ പ്രസാദേട്ടൻ ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ആയാ സുമാറായെന്ന് പറയാം. പ്രസാദ് നല്ല മനുഷ്യനാ, എല്ലാരെയും സഹായിക്കാനുള്ള മനസ്സുമുണ്ട്. 1000-10 പേർക്ക് പോലും കിട്ടാത്ത ദൈവാനുഗ്രഹം. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ദൈവം വലിയ വലിയ ഇവന്റ്സുകൾ നൽകി അനുഗ്രഹിക്കുന്നത്. ഒന്നും ചെയ്യല്ലേ? അയ്യോ വിടില്ലടാ. വലിയ വലിയ ഈവന്റുകൾ നൽകി അനുഗ്രഹിക്കുന്നത് പോലെ വലിയ മനസ്സുള്ള പെണ്ണിനെ നൽകി ദൈവം അനുഗ്രഹിക്കണമെന്ന ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതും നടക്കും പുഷ്പൻ ചേട്ടാ. നല്ലൊരു പെണ്ണ് വരും. അന്നായിരിക്കും പുഷ്പൻ ചേട്ടൻ ഈ അടുക്കളയിൽ നിന്ന് ഔട്ടാവുന്നത്. പ്രസാദിനും അനിയന്മാർക്കും പ്രസാദിന്റെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടിക്കും ഒക്കെ വെച്ച് വിളമ്പി ഈ അടുക്കളയിൽ തന്നെ കഴിയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അത് നടക്കാത്ത അവസ്ഥയായിപ്പോ. അതെന്താ നടക്കാത്തെ? പ്രസാദ് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. അതും പറഞ്ഞ് അച്ഛനുമായിട്ട് എപ്പോഴും വഴക്കില്ല. അതെന്താ പ്രസാദേട്ടൻ വിവാഹത്തിന് സമ്മതിക്കാത്തെ? അത് പറഞ്ഞ വലിയൊരു കഥയാ. പ്രസാദ് കുറെ മുമ്പേ ആരെയോ പ്രേമിച്ചിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി അവര് തമ്മിൽ വേർപിരിഞ്ഞു പോയി. ആ കുട്ടിയെ പ്രസാദിന് നഷ്ടമായി. അത് കഴിഞ്ഞിപ്പോ വർഷങ്ങളായിട്ടും ആ കുട്ടി എവിടെയാണെന്നറിയില്ല. അവളെ മാത്രം വിചാരിച്ച് അവളെ കണ്ടെത്തുന്നതും കാത്തിരിപ്പാണ് പ്രസാദ് ഇപ്പോഴും. ഈശ്വര, അങ്ങനെയാണെങ്കിൽ എന്നെപ്പോലെ തന്നെയാണല്ലോ ഈ പ്രസാദേട്ടനും. ഞാൻ കൃഷ്ണനെ കണ്ടെത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുമ്പോ പ്രസാദേട്ടൻ പ്രണയിച്ച പെണ്ണിനെയും കാത്തിരിക്കുന്നു. രണ്ടും തത്വത്തിൽ ഒന്ന് തന്നെ. എന്നിട്ട് ആ കുട്ടി അന്വേഷിക്കാനൊന്നും ശ്രമിച്ചില്ലേ നിങ്ങളാരും? അന്വേഷിച്ചു എവിടെ കണ്ടെത്താ? എനിക്ക് തോന്നുന്നില്ല ഇതെവിടെയെങ്കിലും എത്തുമെന്ന്. ഞാനാണ് ജയിച്ചത്. എത്ര വലിയ മനുഷ്യനാണ്, എന്തൊരു വലിയ മനസ്സാണ്. പ്രണയിച്ച പെണ്ണിനെയും കാത്ത് ഇങ്ങനെ വിവാഹം ഉപേക്ഷിച്ച് കഴിയാൻ എത്ര പേർക്ക് കഴിയും? ദൈവമേ, ആ മനുഷ്യന്റെ പെണ്ണിനെ എത്രയും വേഗം കൊണ്ടു കൊടുക്കണേ. ചേട്ടാ, ചേട്ടൻ എവിടെയാണോ താമസിക്കുന്നത്? അതെ. ഞാനൊരാളെ അന്വേഷിച്ച് നടക്കായിരുന്നു. ഒരാളല്ല, 4 പേരുള്ള ഒരു ഫാമിലി, 3 സ്ത്രീകളും ഒരു കുഞ്ഞും.
മൂത്ത സ്ത്രീയുടെ പേര് രാധയെന്ന, പിന്നെ ഉള്ളത് അവരുടെ അനുജത്തിമാര്. ഇങ്ങനെ 3 സ്ത്രീകൾ ഒരു കുഞ്ഞുമായിട്ട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും താമസിക്കുന്നതായിട്ട് അറിയോ? അയ്യോ, അങ്ങനെ ആരെയും ഈ ഭാഗത്ത് ഞാൻ കണ്ടിട്ടില്ല സാറേ. ആ, ശരി, ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കാം. ഓ, ആയിക്കോട്ടെ. ഒന്ന് നടന്ന് വാടാ. എന്താ എത്ര മടി? എന്റെ സാറേ, ഇത് വല്ലാത്ത കഷ്ടമാ. എത്ര നേരമായി അലച്ചിൽ തുടങ്ങിയിട്ട്? ആ, ഭക്ഷണവും വിശ്രമവും മാത്രമാണല്ലോ നിന്റെ പതിവ്. എടാ, ഇങ്ങനെയും ചിലത് ഉണ്ടാവുമ്പോഴാ ഇളക്കമില്ലാത്ത നിന്റെ തടിയൊന്ന് ഇളകുന്നത്. വാ, നടക്കങ്ങോട്ട്. ഞാൻ നടന്നോളാം, എന്റെ തടി ഇളയിക്കോട്ടെ, അതിലൊന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ സാറ്, രാജാവിനെ പോലെ ജീവിക്കുന്ന സാറ് കണ്ടടം നിറങ്ങിയ പോലെ വീടുകളും കടകളും കയറി ഇറങ്ങുന്നത് കാണുമ്പോ വലിയ വിഷമമുണ്ട് സാറേ. ആണോ? എന്നാ വിഷമം ഞാനങ്ങ് സഹിച്ചു. നീ വന്ന് വണ്ടി കയറാ. ഇനി നമുക്ക് മറ്റൊരു ഏരിയ പിടിച്ചു നോക്കാം. ഇതിപ്പോ സന്ധ്യ ആവാറായില്ലേ സാറേ? നമുക്ക് മറ്റൊരു വഴി നോക്കിയാലോ? മറ്റൊരു ഏരിയ. ഏത് വഴി? ഏത് ഏരിയ? ആ, നമ്മളിന്ന് കണ്ടില്ലേ ആ അമ്മ ഇവന്റ്സിലെ പ്രസാദ്? അയാള് താമസിക്കുന്നതേ ഇതുപോലൊരു വലിയ ഹൗസിംഗ് ഏരിയയിലാണ്. രാധ അനുജത്തിമാരും ചിലപ്പോ ആ ഭാഗത്ത് താമസിക്കാൻ സാധ്യതയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.